ഒരുപാട് ആളുകൾ സുഖമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ഈ സദസ്സിലും രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം നൽകണേ റഹ്മാനെ. വിശുദ്ധമായ റമളാൻ ശരീഫിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാന്മാർ വെള്ളിയാഴ്ച ഈ വിശുദ്ധ റമളാനിന്റെ 30 ദിവസത്തെയും 3 ഭാഗങ്ങളാക്കി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആദ്യത്തെ ഒരു ഭാഗം അത് റഹ്മത്താണെങ്കിൽ, രണ്ടാമത്തത് മഗ്ഫിറത്തിന്റെ 10 ദിവസം എന്നതാണ് വിശദീകരിക്കുന്നത്. അഥവാ നാം ചെയ്തു പോയതായ പാപങ്ങൾ, നമ്മുടെ അപാകതകൾ അള്ളാഹുവിനോട് ഏറ്റുപറയാനും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാനുമുള്ള പ്രത്യേകമായിട്ടുള്ള ദിനങ്ങൾ. എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. എല്ലാ ദിവസവും വേണ്ടതാണത്. അതേപോലെ എന്നാൽ പ്രത്യേകമായി 10 ദിവസം നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങണം എന്ന ഒരു പ്രചോദനമാണ് ഈ വചനത്തിലൂടെയൊക്കെ നാം ഗൗനിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഒരുപാട് ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങളുടെ സൃഷ്ടാവിനോട് അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. തീർച്ചയായും അല്ലാഹു തആല അധികമായി പൊറുക്കുന്നവനാണ് എന്നുമല്ല പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അള്ളാഹു ആരാണ്? ധാരാളമായി പൊറുത്തു കൊടുക്കുന്നവനാണ്, അഫ്വ് ചെയ്യുന്നവനാണ്. വേറെ ഒരായത്തിൽ അള്ളാഹു പറയുന്നു, വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂന. ഇസ്തിഗ്ഫാറുള്ള ഒരു സമുദായത്തെ, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ, അങ്ങനെയുള്ളവരെ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ ഇസ്തിഗ്ഫാർ വല്ലാത്ത ഒരു അമലാണ്. 5 വക്ത നിസ്കാരങ്ങളുടെ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ പറയണം, ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഇസ്തിഗ്ഫാർ കൊണ്ടുള്ളതായ ഒരു നേട്ടം വളരെ വ്യക്തമായി ഈ ഹദീസിന്റെ വചനങ്ങളിലൂടെ നമുക്ക് വായിക്കാം. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ ലാസിമാക്കിയാൽ, അഥവാ മുടങ്ങാതെ തന്റെ ജീവിതത്തിൽ അത് നിർബന്ധമാകുന്ന രീതിയിൽ ഒരാൾ അത് കൊണ്ടു നടന്നാൽ, ഒരിക്കലും ഒഴിവാകാത്ത ഒരു അമലായി ഇസ്തിഗ്ഫാറിനെ ഒരാൾ കൊണ്ടു നടന്നാൽ, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ഈ ഹദീസ് നമ്മൾ ശരിക്കും പഠിക്കണം. ഒരാൾ ഇസ്തിഗ്ഫാറിനെ പതിവായി അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ. അവന്റെ എല്ലാ വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അല്ലാഹു തആല പരിഹാരം നൽകും. വമിൻ കുല്ലി ളീഖിൻ മഖ്റജ. എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും അല്ലാഹു തആല അവനെ പുറത്തു കൊണ്ടുവരും. വറസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അവന്റെ ഉപജീവന മാർഗം, അവന്റെ മഈശത്ത്, അവന്റെ ഭക്ഷണം, അവന്റെ നിത്യ ചെലവുകൾ അതെല്ലാം കഴിഞ്ഞു പോകും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്ലേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത്? നമ്മുടെ ടെൻഷനുകൾ ഒഴിവാകണം. നമ്മൾ അകപ്പെട്ടതായ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടണം. നമ്മുടെ നിത്യജീവിതം സുഖകരമായിട്ട് പോണം. ഇതല്ലേ ഒരു മനുഷ്യന്റെ ആഗ്രഹം? ഇതിനല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഈ 3 ഗുണങ്ങൾ ലഭിക്കും എന്ന് പറയുന്നത് ആരാണ്? ഏതെങ്കിലും പണ്ഡിതൻ അവിടുത്തെ അഭിപ്രായങ്ങളല്ല പറയുന്നത്. അള്ളാഹുവിന്റെ മെസ്സേജ് പ്രകാരം അള്ളാഹുവിന്റെ ഹബീബ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ്. നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ലാസിമാക്കിയാൽ,
അസ്തഗ്ഫിറുല്ലാഹ്. ഇസ്തിഗ്ഫാറിന്റെ ഒരു വചനമാണത്. ഇങ്ങനെയുള്ള ഇസ്തിഗ്ഫാറിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവായി കൊണ്ടുവന്നാൽ, ലസിമ എന്ന പദമാണ് ഖുർആൻ ഹദീസ് ഉദ്ധരിച്ചത്. അത് ഒരിക്കലും മുടക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ മുടങ്ങാതെ കൊണ്ടു നടന്നാൽ ഈ 3 ഗുണങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും ഇത് ചൊല്ലാത്ത, ഇസ്തിഗ്ഫാർ ചൊല്ലാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല. പല ആളുകളും ധരിച്ചത് പാപങ്ങൾ ചെയ്താൽ ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ തിന്മയൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് അല്ലാഹു എനിക്ക് പുറത്തു തരണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല, പാപങ്ങൾ പൊറുക്കാൻ മാത്രമല്ല ഇസ്തിഗ്ഫാർ, പാപങ്ങൾ പൊറുക്കാൻ മാത്രമല്ല ഇസ്തിഗ്ഫാർ. ഇതൊരു മരുന്നാണ്, നമ്മുടെ ജീവിത വിജയത്തിനുള്ള മരുന്ന്. നമ്മുടെ ടെൻഷനുകൾ മാറണോ, നമ്മുടെ കെട്ടിക്കുടുക്കുകൾ, നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു പോരണോ, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകണോ, നബി തങ്ങൾ പറയുന്നത് മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിനെ നിങ്ങൾ പതിവാക്കുക, മുടങ്ങാതെ കൊണ്ട് നടക്കുക. ഇന്ന് നോമ്പ് 9 ആണെങ്കിൽ നാളെ 10 ആണ്. 10ാമത്തെ നോമ്പ് മഗ്രിബിന് ശേഷം നമ്മുടെ ദിക്റുകളിൽ നമ്മളൊരു ചേഞ്ച് വരുത്തും. അതെന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണമേ. അതാണ് അതിന്റെ അർത്ഥം. ഇത് ഇസ്തിഗ്ഫാറാണ്. ഈ ഇസ്തിഗ്ഫാർ ചൊല്ലണം എന്ന് മഹാന്മാര് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഗുണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധമായ ഈ റമളാൻ ശരീഫിന്റെ 2ാമത്തെ 10 പാപമോചനത്തിനുള്ള ഒരു 10ആയിട്ട് നമ്മളിലേക്ക് വരുമ്പോ, നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ മാത്രമല്ല ഈ ലോകത്ത് സുഖകരമായി ജീവിക്കാനും പരലോകത്തും സുഖകരമായി ജീവിക്കാനും ഉതകുന്ന വളരെ ഉത്തമമായ ഒരു സന്ദേശവും കൂടെ കൊണ്ടാണ് നമ്മളിലേക്ക് ഈ 2ാമത്തെ 10 വരുന്നത്. അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്, അത് നമ്മൾ വെറുതെയാക്കി കളയരുത്. നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ചൊല്ലുന്ന ഒരു 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്റിനപ്പുറത്തേക്ക് നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, ലോകം ഉറങ്ങുമ്പോൾ, അന്തരീക്ഷം ഉറങ്ങുമ്പോൾ, നിശബ്ദതയായ ആ ഒരു സമയത്ത് നമ്മൾ എണീറ്റുകൊണ്ട് നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ മനസ്സിലൊന്നോർത്ത് അല്ലാഹുവിനോട് റബ്ബേ എനിക്ക് പൊറുക്കണേ റബ്ബേ, എനിക്ക് പൊറുക്കണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് കരഞ്ഞു പറഞ്ഞു നോക്കൂ. വല്ലാത്ത ഒരു സമാധാനം കിട്ടും. സമാധാനമില്ലാത്തതിന്റെ പേരിൽ അവിവേകം കാണിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ലഹരിന്റെ പുറകെ പോകുന്ന ഒരു കാലഘട്ടമാണിത്. ലഹരി ഉപയോഗിക്കാത്ത ചെറിയ മനസ്സുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതിൽ പുതിയതായിട്ടുള്ള ഒരു ആസ്വാദനം അവർ കാണുന്നുണ്ടെങ്കിൽ അത് ആസ്വാദനത്തിന്റെ ഒരു ഭാഗമായി നമുക്ക് മാറ്റിവെക്കാം. എന്നാൽ ആ ആസ്വാദനം കൊണ്ട് ഭൂമിയിലും നമ്മൾ നിന്ദ്യരായിത്തീരും, പരലോകത്തും നമ്മൾ നിന്ദ്യരായിത്തീരും. നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും. നമ്മൾ ഒന്നുമല്ലാത്ത ആളുകളായി ഭൂമിയിലും പരലോകത്തും അതപ്പതിക്കുമെങ്കിൽ അതിനേക്കാൾ സുന്ദരമായിട്ടുള്ള, അതിനേക്കാൾ ഏറ്റവും മഹാത്മ്യമുള്ള ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ സുന്ദരമായ രീതിയിൽ ജീവിക്കാനും ഈ ലോകത്ത് ടെൻഷനുകളില്ലാതെ ജീവിക്കാനും അവന്റെ ഉപജീവനം നല്ല രീതിയിൽ കടന്നു പോകാനും ഉതകുന്ന പരലോകത്ത് അതിനേക്കാൾ വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന ഒരു കാര്യം, ഒരു ലഹരി, അതാണ് ഇസ്തിഗ്ഫാർ. ഈ ഇസ്തിഗ്ഫാർ മക്കളെ നിങ്ങൾ ചൊല്ലിയാൽ ഒരു അനുഭൂതി ഉണ്ടാകും. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഏതായാലും ഇങ്ങനെയായി പോയി, ഇനി ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോകട്ടെ എന്ന് ധരിക്കല്ലേ. ഖുർആൻ പറയുന്നുണ്ട്, ഖുലിയാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തത്തോട് അതിക്രമങ്ങൾ ചെയ്തതായ ആളുകൾ ഉണ്ടാകും നബിയെ. ലഹരി ഉപയോഗിച്ച ആളുകൾ, നിസ്കാരം ഒഴിവാക്കിയ ആളുകൾ, പള്ളിയിലേക്ക് വരാത്ത ആളുകൾ, ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ ചെയ്തു പോയ ആളുകൾ, ഇവരോടൊക്കെ പറയാൻ വേണ്ടി നമ്മളെയൊക്കെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവ് പറയാൻ, ഖുൽ നബിയെ
പറയണം, യാ ഇബാദിയല്ലദീ അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം കാണിച്ച ആളുകൾ ഉണ്ടാകും നബിയെ, അവരോടങ്ങ് പറയണം, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയല്ലേ. എനിക്കിനി നന്നാവാൻ വഴിയില്ല, ഞാനിനി ചൊവ്വാവൂല, ഞാനിനി ശരിയാവൂല എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. ചെയ്തതൊക്കെ തെറ്റായി എന്നുള്ള ഒരു തോന്നൽ, ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങിപ്പോകൂല എന്നുള്ള ഒരു ഉറപ്പ്, ആ ഒരു സങ്കടത്തോടുകൂടെ നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞു പറയൂ സ്വഹബക്കളെ, കരഞ്ഞു പറയൂ ചെറുപ്പക്കാരെ. എങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരാളും നരകത്തിൽ കടക്കുകയില്ല. എങ്ങനെയുള്ള ആളാണ്? അവൻ ചെയ്തു പോയതായ പാപങ്ങൾ ഓർത്തുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ ഒരു മനുഷ്യൻ, അവൻ ഒരിക്കലും നരകത്തിൽ കടക്കുകയില്ല. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ മക്കളെ, നിങ്ങൾ ഈ രാത്രിയിൽ എല്ലാവരും നിശബ്ദരാകുമ്പോ ഒന്ന് എണീറ്റ് നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് ഓർത്ത് ഒരു 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞു നോക്കൂ. വല്ലാത്ത ഒരു സമാധാനമുണ്ടാകും. സമാധാനക്കേടിനാണല്ലോ ഇന്ന് ലഹരി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഒരു ദിവസം, 2 ദിവസം, ഒരു 3 ദിവസം വല്ലാത്ത ഒരു അനുഭൂതി നമുക്ക് ലഭിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്താൽ നരകത്തിൽ കടക്കൂല എന്നല്ലാഹുവിന്റെ റസൂല് പറയുന്നു. നമ്മുടെ ടെൻഷനുകൾ മാറ്റിത്തരാമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. നമ്മുടെ ജീവിതത്തിന്റെ വഴികൾ, ജീവിത ചിലവുകളൊക്കെ നമ്മൾ അറിയാതെ നടന്നു പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടും അതും ഉപയോഗിക്കാതെ നമ്മൾ പോകുന്നുവെങ്കിൽ നമ്മളല്ലേ ധിക്കാരികൾ, നമ്മളല്ലേ മോശപ്പെട്ടവർ. ഈ വിശുദ്ധമായ റമദാൻ ശരീഫിന്റെ 2ാമത്തെ 10ൽ നമ്മളിലേക്ക് വരുന്നത്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങുക, അല്ലാഹുവിലേക്ക് അടുക്കുക, അല്ലാഹുവിലേക്ക് തിരിയുക എന്ന ആത്മാർത്ഥമായിട്ടുള്ള വിളിയാളങ്ങളും സന്ദേശങ്ങളുമായിട്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ ഖുതുബയിലൂടെ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഈ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും നബി തങ്ങളുടെ ഈ ഒരു വചനവുമാണ്. ലോകം അത് അതിഭീകരമാകുന്ന രീതിയിൽ അതിക്രമങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രസംഗം കേൾക്കുമ്പോ, വഅദ് കേൾക്കുമ്പോ അപ്പോ അല്ലാഹുവിനെ കുറിച്ചൊരു ബോധം വന്നാൽ, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ആ ഒരു ചിന്തയെ മറച്ചു കളയുന്ന കാഴ്ചകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ദൃശ്യങ്ങളാണെങ്കിലും ശ്രവണങ്ങളാണെങ്കിലും എല്ലാം അല്ലാഹുവിന്റെ ചിന്തകളിൽ നിന്ന് നമ്മളെ അകറ്റുന്ന സാഹചര്യമാണ് ഇന്ന് ലോകത്തുള്ളത്. എങ്കിൽ ബുദ്ധിയുള്ളതായ ആളുകൾ നമ്മളൊക്കെ ചിന്തിക്കുക, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, എന്റെ ഉമ്മ ഇന്ന് എന്റെ കൂടെയില്ല, എന്റെ ഉപ്പ എന്റെ കൂടെയില്ല, എന്റെ ജീവിതത്തിന്റെ നെടുന്തൂണായിരുന്ന എന്റെ വല്യപ്പ, എന്റെ വല്യമ്മ, കുടുംബത്തിലുള്ള പലരും ഇന്ന് എന്നോടൊപ്പമില്ല. അവരെന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അവരെനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു, അവരില്ലാത്തതിന്റെ പേരിൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ നെട്ടോട്ടത്തിൽ എത്ര തവണ നമ്മൾ അവരെ ഓർക്കാറുണ്ട് എന്നൊന്ന് ആലോചിക്കുക. ഇതേ അവസ്ഥ തന്നെയാണ് നമുക്കും വരാനുള്ളത്. നമ്മൾ 6 അടി മണ്ണ് കിടക്കുമ്പോ ഒരാളും നമ്മളെ കുറിച്ച് ഓർക്കാനുണ്ടാവുകയില്ല. ഒന്ന് ഫാത്തിഹ ഓതി ഹദിയ ചെയ്യാനുള്ള ആത്മാർത്ഥമായ മനസ്സുള്ള എത്ര കൂട്ടുകാരുണ്ട്. അങ്ങനെയുള്ള ഒരു മനസ്സുള്ള മക്കളാണോ നമ്മുടെ മക്കൾ? അങ്ങനെ മനസ്സുള്ളതാണോ എന്റെ ഭാര്യ? നമ്മൾ ചിന്തിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിലേക്ക് മടങ്ങുക, അല്ലാഹുവിലേക്ക് നമ്മൾ തിരിയുക. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്തിഗ്ഫാറിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാനും നമ്മുടെ ജീവോപാധികൾ മെച്ചപ്പെടുന്നതുമായ സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരൻ നമ്മുടെ കോശേരി പറമ്പിൽ നിർമ്മിക്കുന്ന നമ്മുടെ
പള്ളിയുടെ വരുമാനത്തിന് വേണ്ടിയുള്ള ആ ഒരു ബിൽഡിങ്ങിന് വേണ്ടി ഒരു 5000 രൂപ, അതേപോലെ മറ്റൊരു സഹോദരൻ പള്ളിക്ക് വേണ്ടി ഒരു 313 രൂപ, 5000 രൂപ തന്ന സഹോദരൻ മരണപ്പെട്ടു പോയ തന്റെ മാതാപിതാക്കളുടെ പരലോക നന്മയിലേക്കുള്ള ഒരു ജാരിയായ സ്വതക്കയായിട്ടാണ് നൽകിയത്. അല്ലാഹു തആല അതൊക്കെ കബൂലാക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള മക്കളെ കിട്ടുക എന്നുള്ളത് വലിയൊരു തൗഫീഖാണ്. ഉമ്മയും ബാപ്പയും മരിച്ചുപോയി, അവരുടെ ഖബറിലേക്ക് ശാശ്വതമായി ലഭിക്കുന്ന ഒരു സൽക്കർമ്മം ആ മോന് ചെയ്യാൻ തോന്നി. പലരും അങ്ങനെ ഈ വർഷത്തിൽ ചെയ്തിട്ടുണ്ട്. അല്ലാഹു അതൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ. നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, അല്ലെങ്കിൽ അതൊന്നും വേണ്ട, നമുക്ക് വേണ്ടി നമ്മൾ എന്നിട്ട് മരിച്ചാൽ എത്ര കാലം ആ ബിൽഡിംഗ് അവിടെ നിൽക്കുന്നുവോ, എത്ര അതിന്റെ വരുമാനം ഈ പള്ളിയിലേക്ക് ലഭിക്കുന്നുവോ, അത്രയും കാലം നമ്മുടെ ഖബറിലേക്ക് അതിന്റെ നന്മകൾ വന്നുകൊണ്ടിരിക്കുന്ന ജാരിയായ ഒരു സ്വതക്കയാണ്. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. അതിന്റെ പണി പൂർത്തിയായിട്ടില്ല, മെയിൻ തട്ടി ഇനിയും വാർക്കാനുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പറ്റാവുന്ന ആളുകളൊക്കെ ഇനിയും അതിലേക്ക് സഹകരിക്കണം. ഒരു സ്ക്വയർ ഫീറ്റ് 2 രൂപയാണ്, 2000 രൂപയാണ്. എത്ര സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ കൊണ്ട് കഴിയുക എങ്കിൽ അത് നമ്മൾ ഓഫീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൽ പങ്കാളികളാവുകയാണെങ്കിൽ അത് വലിയ ഒരു നന്മയായിരിക്കുമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയായിരിക്കും നമ്മുടെ ബദരീങ്ങളാണ്ട്. അതിന്റെ ചരിത്രങ്ങളും ആ ബദരീങ്ങളുടെ ആണ്ടിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളും ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച അതിനെക്കുറിച്ച് പരിചയപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. അതിന്റെ മുമ്പ് അന്ന് പരിപാടി നടക്കുമ്പോൾ നമ്മുടെ പള്ളിയിൽ മൗലിദ് പാരായണങ്ങൾ ഉണ്ടാകും, ബദരീങ്ങളെ കുറിച്ചുള്ള അനുസ്മരണങ്ങൾ ഉണ്ടാകും. അത് കഴിഞ്ഞ് അവരുടെ പേരിലുള്ള ദാനധർമ്മങ്ങൾ ഉണ്ടാകും. അതൊക്കെ സുഖകരമായി എല്ലാ വർഷവും നടന്നു പോവാറുണ്ട്. പ്രാവശ്യവും നടക്കണം. അതിലേക്ക് മാംസങ്ങൾ വേണം, അരി വേണം, അതിനൊരുപാട് ചെലവുകളുണ്ട്. അതിലേക്കൊക്കെ എല്ലാ ആളുകളും സഹകരിക്കണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ജമാഅത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വീടുകളിലൂടെ വരുമ്പോൾ എല്ലാ ആളുകളും അതിലൂടെ സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു ഉദ്ഘാടനമാണ്. ആരെങ്കിലും അതിലേക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ബർക്കത്തായിട്ട് ഇന്ന് തുടങ്ങുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു സന്തോഷമായിരുന്നു. എന്തെങ്കിലും അരിയോ അല്ലെങ്കിൽ മാംസമോ, എത്രയാണ് അങ്ങനെ കണക്കൊന്നുമില്ല, അവരവർ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും 1-2 ആളുകൾ അല്ലെങ്കിൽ ഒരാളാണെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ഇൻഷാ അല്ലാഹ് തുടങ്ങി വെക്കാം. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ആരെങ്കിലും ഉണ്ടോ?